ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരി KP ശശികല ടീച്ചർ കൂടി ഈ വിഷയത്തിൽ പ്രതികരിക്കുകയാണ്. ടീച്ചർ, തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അനാസ്ഥ എന്ന പദപ്രയോഗം നമ്മളിങ്ങനെ എപ്പോഴും നടത്തുന്നതിൽ ഒരർത്ഥവുമില്ല. പക്ഷേ ടീച്ചർ ഈ ദൃശ്യങ്ങൾ കാണുന്നുണ്ടാകുമല്ലോ. ഇനിയിപ്പോൾ തിരുവോണത്തിന് ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ, കഷ്ടിച്ച് ഒരാഴ്ചയാണുള്ളത്. അപ്പോൾ തിരുവോണ നാളിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ചടങ്ങുകളിൽ ഒന്ന് പമ്പയാറ്റിലൂടെ കാട്ടൂരില്ലത്ത് നിന്നും ആറന്മുളയിലേക്ക് കൊടുത്തുവിടുന്ന ആ വിഭവങ്ങൾ പള്ളിയോടങ്ങളുടെ അകമ്പടിയോടുകൂടി തിരുവോണ നാളിൽ കാലത്ത് തിരുവാറന്മുളയപ്പൻ്റെ സന്നിധാനത്തേക്ക് കൊണ്ടുവരുന്ന തിരുവോണത്തോണി അതാ ഇപ്പോൾ പമ്പയാറ്റിൽ മുങ്ങിക്കിടക്കുകയാണ്. അപ്പോൾ ഈ ദേവസ്വം ബോർഡിന്റെ ഇത്തരം അനാസ്ഥകളോട് എങ്ങനെയാണ് ടീച്ചർ പ്രതികരിക്കുന്നത്? എങ്ങനെയാണ് പ്രതികരിക്കേണ്ടത് എന്ന് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പ്രതികരിച്ച് നമുക്ക് നാണാവല് തുടങ്ങി എന്നുള്ളതാണ്. എന്തിനും ഇതിനൊക്കെ നമ്മൾ അധികാരികളെ വെച്ചിരിക്കുന്നു. ഇപ്പൊ താഴെത്തട്ടിൽ ഇപ്പൊ ക്ഷേത്രത്തിലാണെങ്കിലും ക്ഷേത്ര ജീവനക്കാരാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടതോ മാത്രം പോരാ എന്നുള്ളത് കൊണ്ടാണല്ലോ അതിന്റെ മുകളിലേക്ക് നമ്മൾ ധാരാളം സംവിധാനങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത്. ദേവസ്വത്തിന്റെ വലിയ ഓഫീസർമാര്, അതിനും അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡ് മെമ്പർമാര്, ദേവസ്വം ബോർഡ് പ്രസിഡന്റ്, ദേവസ്വം മന്ത്രി, എന്തിനാണിത്? വിശേഷ ദിവസങ്ങളിൽ മാറത്ത് വലിയപ്പടം വെച്ച് വലിയ രാജ്യം വെച്ചിട്ട് ഞങ്ങളാണ് ഇതിനെല്ലാം ആൾക്കാര് എന്ന് പറഞ്ഞ് മാധ്യമങ്ങൾക്ക് മുന്നിൽ എഴുതിയെടുക്കാം. അതോ നാട്ടുകാർക്ക് മുന്നിൽ വലിപ്പം കാണിക്കാൻ പറ്റിയിട്ട് കഴിഞ്ഞ നമ്മള് നെഹ്റു ട്രോഫി വന്നതിനൊരു വിവാദമുണ്ട്. ഒരു ലോഡ് ഫോട്ടോ ഉണ്ട് അതിനകത്ത്, ആ ഫ്ലക്സിനകത്ത്. എന്നിട്ട് ആരെയോ ഉച്ചൂന്ന് പറഞ്ഞ വലിയ വിവാദമാണ്. അപ്പോ ഇവിടെ അതുപോലെ തന്നെ അന്നത്തെ ദിവസം വലിയപ്പടം കുത്തി ആളാവാൻ ഒരുപാട് പേര് വരും. ഇതിന്റെയൊക്കെ സംരക്ഷണം ആക്കാൻ പിന്നെ എന്തിനാണ് ഇത്തരം സംവിധാനങ്ങൾ? താഴെത്തട്ടിലുള്ളവർക്ക് വീഴ്ച വരുമ്പോൾ അത് വരാതിരിക്കാൻ ശ്രദ്ധിക്കാനും അഥവാ വന്നാൽ തിരുത്താനും അതിനല്ലേ മുകളിലുള്ള അധികാര കേന്ദ്രങ്ങൾ. അത് ദേവസ്വം ബോർഡ് മറക്കുന്നു. കത്തണ പെരക്കി ഉയർന്ന കൈക്കൂലി ലാഭം എന്ന് പറഞ്ഞാൽ തങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് അത് എത്രത്തോളം ഊറ്റാമോ അത് ഊറ്റുക എന്നതിനപ്പുറത്തേക്ക്, അതുകൊണ്ട് തങ്ങളുടേതായ ആളുകളെ നിയമിക്കുക എന്നതിനപ്പുറത്തേക്ക് മറ്റ് യാതൊരു താല്പര്യവും അവർക്ക് ഈ വിഷയത്തിലില്ല. ആ വിഷയം ആ തരത്തിൽ താല്പര്യം ഉണ്ടായത് ഈ സബ്ജക്റ്റായിരുന്നു. അവർക്ക് ജീവനക്കാരെ കിട്ടിക്കൊള്ളു. അതുകൊണ്ടാണല്ലോ ജീവനക്കാരൊക്കെ ഒത്തിരി പാണക്കാട് തങ്ങളുടെ അടുത്തെത്തേണ്ട ഒരു ദുര്യോഗം ഉണ്ട്. ക്ഷേത്ര ജീവനക്കാർ ന്യായം തേടിയിട്ട് പാണക്കാട് തങ്ങളുടെ അടുത്തെത്തിയിരിക്കുന്നു. ഭഗവാന്മാരെ എവിടെ പോകണം? ഈ ഇപ്പൊ മുങ്ങിയത് ശ്രദ്ധയപ്പെട്ടതല്ല. ഇത് വിഭവങ്ങളുമായി വരുമ്പോഴായിരുന്നെങ്കിലും നമുക്ക് കേരളത്തിന് കാണാൻ കഴിയുമായിരുന്നു അത്. അപ്പൊ അതിന് മുന്നിൽ ശരിക്കും പറഞ്ഞാൽ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. ഇപ്പൊ തുളയുണ്ടായിരുന്നു, അതിൽ ഇങ്ങനെ മുങ്ങി എന്നും അതിന് മുൻപ് അറിഞ്ഞത്. ആചാരപരമായ യാത്രയിലല്ലാതെ അറിഞ്ഞത് അത് ഭാഗ്യമെന്നേ നമുക്ക് പറയാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഈശ്വരാനുഗ്രഹം കൊണ്ട് ആപത്തുകളും അപകടങ്ങളും ഒഴിവായി പോകുന്നതോ അപ്പുറത്തേക്ക് ഈ അധികാരം നമ്മളിൽ നിന്ന് അധികാരം തട്ടിയെടുക്കാം. നമ്മൾ എത്തിച്ചാന്ന് പറഞ്ഞുകൂടാ. കാരണം നമ്മളായി വോട്ട് ചെയ്തിട്ടില്ല. ഒരു സാധാരണക്കാരനൊന്നും യാതൊരു അവന്റെ അവകാശം പ്രകടിപ്പിക്കാൻ സംവിധാനം നമ്മുടെ നിയമത്തിലില്ല. അപ്പൊ നമ്മളിൽ നിന്ന് രാഷ്ട്രീയമായി അവർക്ക് കിട്ടിയ അധികാരത്തിന്റെ ഘട്ടത്തിൽ ഇതും കൂടെ ഞങ്ങൾ എടുക്കുന്നു എന്ന് പറഞ്ഞ ക്ഷേത്ര ഭരണകൂടം നമ്മളെ നിന്ന് തട്ടിയെടുത്ത് നമുക്കിങ്ങനെ നമ്മുടെയും ദൈവങ്ങളുടെയും ഭരണാധികാരികളാണെന്ന് എഴുതി നടക്കുന്നവർക്ക് അല്പമെങ്കിലും ആത്മാർത്ഥത ഉണ്ടെങ്കിൽ ഇത്തരം കാര്യങ്ങൾ നടത്തിക്കേണ്ടത്. പലപ്പോഴും നമ്മൾ ആറന്മുളയ്ക്ക് പോയിട്ടും കണ്ടു. നമ്മള് അവിടെ മറ്റേ ആറന്മുള സദ്യ സമയത്ത് മന്ത്രിക്കായിരുന്നു പ്രാധാന്യം. മന്ത്രിയുടെ തിരക്കിനനുസരിച്ച് ഭക്ഷണങ്ങളൊക്കെ കൊടുത്തു പോകാം. അത് കഴിഞ്ഞൊരു ഭക്ഷണമാകാൻ പോകുന്നുണ്ട്. അപ്പോ നമ്മൾ ഈ ക്ഷേത്രകാര്യങ്ങൾക്കൊക്കെ നിമിത്തം ഉണ്ടെന്നും അതിനൊരു ശാസ്ത്രീയത ഉണ്ടെന്നൊക്കെ വിശ്വസിക്കുന്നവരാണ് നമ്മള്. ചെയ്യേണ്ടത് ചെയ്യാൻ പാടുള്ളൂ, ചെയ്യാൻ പാടില്ലാത്തത് ഒരിക്കലും ചെയ്യരുത്. അപ്പൊ അത്തരം പ്രവർത്തികൾ ഭഗവാന് പോലും അടുക്കത്തക്ക വിധത്തിലുള്ള പ്രവർത്തികൾ, ആചാര ലംഘനങ്ങൾ അവരുടെയൊക്കെ ഭാഗത്തുനിന്ന് വരുന്നു. ഇത് ഇങ്ങനെ പര്യവസാനിച്ചതിൽ അല്പമെങ്കിലും നമുക്ക് ഇത്തരം അനാസ്ഥയെ പറ്റിയിട്ട് ആക്ഷേപം ഏറെയുണ്ടെങ്കിലും അത് ആളപകടമൊന്നും ഇല്ലാതെ ഇത്തരത്തിൽ സമാപിച്ചുവല്ലോ എന്നുള്ള ആശ്വാസം ചെറുതല്ല എന്ന് തന്നെ പറയുന്നത്. ഓക്കെ, വളരെ നന്ദി ശശികല ടീച്ചർ ഈ വിഷയത്തിൽ പ്രതികരിച്ചതിന്.